അത് വല്ലാത്തൊരു വൈബാണ്. ഇതാ നമ്മുടെ ഒരു ബൈപ്പാസ് അല്ല ചെറിയ റോഡ്. ബൈപ്പാസ് തന്നെ. വളാഞ്ചേരി ടൗൺ ടച്ച് ചെയ്യാതെ നമുക്ക് ഇങ്ങോട്ട് കടക്കാൻ വേണ്ടിട്ട്. വളാഞ്ചേരിക്കാർക്ക് അറിയാം ഇതൊരു പ്രധാനപ്പെട്ട റോഡാണെന്ന്. കാരണം വളാഞ്ചേരിയിൽ എപ്പോഴും ബ്ലോക്കാണ്. അപ്പൊ നമ്മൾ സ്ഥിരം ഉപയോഗിച്ചിരുന്നത് അതിലായിരുന്നു നമ്മൾ സ്ഥിരം പോയിരുന്നത്. ഇപ്പൊ ആ റോഡ് ആകെ കേടായതിനാല് ആകെ ബുദ്ധിമുട്ടായി. അതൊന്ന് നന്നാക്കണം എന്നുള്ള കാര്യത്തില് കുറേ കാലം അങ്ങനെ ഇട്ടു. മഴ ഇങ്ങനെ ഇടയ്ക്കിടക്ക് വന്ന് പോയിങ്ങാണ്ടിരിക്കുകയാണ്. ചെറുതായിട്ട് വന്നു പോവല്ല, ചെറുതായിട്ട് ചാറ്റൽ മഴയാണ്. ചാറ്റൽ മഴ കാരണം ഗ്ലാസ് ഒക്കെ ഇടയ്ക്കിടക്ക് മൂടിടുന്നുണ്ട്. എവിടെ Ami buku. Rayane. ആരാ കേറി? പേടിണ്ടാ? അമ്മി പേടിണ്ടാ? ഇറക്കണ? പേടിച്ചേർന്ന് മുണ്ടിയില്ലല്ലേ ഇത്? സ്പീഡിലാണല്ലോ പിന്നെ. ഇങ്ങനെ കൊണ്ടിട്ട് ലുങ്കി ഡാൻസ്. എന്താണ് ഒരു വമ്പില്ലാത്ത ഉസാറിലാക്കുന്നതന്നെ. അത് മുടിക്ക് വയ്ക്കൂല തന്നെ, വലിയ ആൾക്കാരാക്കണതാണ്. ഇത് നല്ല വെയിലാണ്. നീ വന്നാണീ ഇതെന്താണ് ഒന്ന് കുറിച്ചാ അവൻ പറയാൻ അത് ആക്കിയ വേഗം ചെയ്ത് പോര്. നല്ല വെയില്, ഭയങ്കര റിജ്. അപ്പൊ ഓള് നിർത്താൻ പറയുമ്പോ നിർത്താനട്ടാ. നിർത്താൻ പറയുമ്പോ നിർത്തണം. ചെറുതാടി, ഒരു കൈ എത്തില്ല. മതിയടാ, പോവടാ. അമ്മയ്ക്ക് പറ്റൂല. അമ്മ ഇരിക്കണം. പിടിക്കടാ.
അപ്പൊ അമ്മയാണ് പോണത് കാണൂലല്ലോ. അമ്മി കറങ്ങണ്, അമ്മി കറങ്ങണ്, അമ്മി കറങ്ങണ്. പട്ടാമ്പിന്റെ ഇടയില് പട്ടാമ്പി എത്തുന്നതിന് മുമ്പ് കണ്ട ഒരു ജിമ്മില് എന്താണ് പബ്ലിക് ജിമ്മാണ്. എന്താണ് ശരിക്കത്? ജിമ്മല്ല, ജിമ്മ് പറഞ്ഞാല് കാരണം പൊന്തിക്കലൊക്കെ അല്ല ജിമ്മ്. എന്തായാലും എക്സസൈസ് ചെയ്യാൻ പറ്റുന്ന സൗകര്യം അത് ആയിക്കോട്ടെ. എക്സസൈസ് ജിമ്മ് ഒന്നാണ്. ഞങ്ങൾക്ക് അറിയാതെ പൊട്ടന്മാരെ അതിനെ പറ്റി വലിയ ഐഡിയ ഒന്നും നിങ്ങളല്ലേ എല്ലാം അറിയാം. പക്ഷെ അവിടെ ഞങ്ങളിപ്പോ എവിടെ എത്തി? കൊപ്പ എത്തിയിട്ടില്ലല്ലേ? അതിനുള്ളിലാ കണ്ടത്. വളാഞ്ചേരിന്ന് കുറച്ചിങ്ങോട്ട് പോന്നിട്ടുള്ളൂ. വലിയ കുന്നാ അവിടെ ആ ഭാഗത്ത് എത്തിയപ്പോഴാണ് നമ്മൾ കണ്ടത് ഒരു എക്സസൈസ് ഒക്കെ ചെയ്യണ സ്ഥലം. അതായത് പൊതുജനങ്ങൾക്ക് ഒരു സൗകര്യം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്തായാലും ഇവര് കേറി നന്നായിട്ട് എക്സസൈസ് ഒക്കെ ചെയ്ത് എല്ലാത്തൊരു അനുഭവം വഹിക്കണവർക്ക്. നമ്മള് കൊച്ചിയില് പക്ഷെ അവിടെ ആൾക്കാര് വന്നിട്ട് എന്തേലും ചെയ്യണ കണ്ടിക്കണ രാവിലെ ഒക്കെ വന്ന് ചെയ്യും. രാവിലെ അപ്പൊ തന്നെ എല്ലാ ടൈമിൽ തന്നെ വൈകിട്ടൊക്കെ വയസ്സായ ആൾക്കാരൊക്കെ എല്ലാരും ഉണ്ടാവും. പിന്നെ കുട്ടികൾക്ക് ഇതൊരു കളിക്കാന് കളിക്കള വിചാരിച്ചിട്ട് എല്ലാരും കളിക്കും. അപ്പൊ എന്തായാലും രസായില്ലേ സംഭവം. സ്ഥിരം നമ്മള് എക്സസൈസ് ഒക്കെ സ്ഥിരം ചെയ്യണം, അപ്പോഴേ അതിന്റെ ഒരു ഫലം കിട്ടുള്ളൂ. ഇതേതൊരു എം എൽ എന്റെ ഫണ്ടാണെന്ന് തോന്നുന്നില്ലേ? നമ്മളെ നാട്ടിലൊക്കെ എല്ലായിടത്തും വേണത് ശരിക്ക്. നമ്മളെ നാട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ ശരിക്ക് സ്ത്രീകൾക്കാണ് ഈ ശരിക്ക് എക്സസൈസ് ഒക്കെ ചെയ്യാൻ പറ്റാത്ത ഒരു വിഷയം. അതായത് സെന്ററിലൊക്കെ ആണുങ്ങളെ ജെന്റ്സിന്റെ സെന്ററുകളാണ്. ശരിക്ക് ഒരു ട്രെയിനർ ഇല്ല, സ്ത്രീകൾക്ക് ട്രെയിനർ ഇല്ല. അപ്പൊ പഞ്ചായത്തുകളൊക്കെ ശരിക്ക് ഇങ്ങനെ ഒരു ജിംനേഷ്യം തുടങ്ങുകയാണെങ്കിൽ അത് നന്നാവും. സ്ത്രീകൾക്ക് ഭയങ്കര ഉപകാരാവും അല്ലേ? ചമ്പ്രവട്ടത്ത് നമ്മളെ വീട്ടില് ആവണമെന്നൊന്നുമില്ല. നമ്മളെ തൃപ്പങ്കോട് പഞ്ചായത്തിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ പോയി ചെയ്യാലോ. സ്ഥിരം പോയി ചെയ്യണം. അപ്പൊ അത് വൈകിട്ടോ രാവിലെയൊക്കെ പോയിട്ട് ആൾക്കാർ ചെയ്യല്ലോ. ഒരു പഞ്ചായത്തിൽ ഒരെണ്ണം ഉണ്ടായാലും മതി. എന്തായാലും സ്ത്രീകൾക്ക് മാത്രമായിട്ട് ഒരു ജിംനേഷ്യം ഉണ്ടെങ്കിൽ അത് വളരെ നന്നാവും. എന്തായാലും ഈ കാലത്തൊക്കെ സ്ത്രീകൾ എന്താ വെച്ചാ കൂടുതല് ആരോഗ്യ കാര്യത്തിലൊക്കെ ഭയങ്കര ഇത് കാണിക്കുന്ന സമയമാണ്. പലരും സ്വന്തമായിട്ടൊക്കെ എക്സസൈസ് ചെയ്ത് പിന്നെ ബുദ്ധിമുട്ടി പിന്നെ അത് നിർത്തുന്ന ആള് അല്ല, അത് നിർത്തുക. അത് ശാസ്ത്രീയമായിട്ടുള്ളതല്ലാത്തത് കൊണ്ടാണ്. അപ്പൊ ശാസ്ത്രീയമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെന്റിന്റെ നേതൃത്വത്തില് ശരിക്കും ചെറിയ ഫീസൊക്കെ വാങ്ങാണ്ട് അവിടുത്തെ ചെറിയ ഫീസൊക്കെ വാങ്ങാം. എന്താണ് ആ നടത്തിപ്പിന് വേണ്ടിയിട്ട്. ഇപ്പൊ നമ്മളെ തൃപ്രങ്കോട് പഞ്ചായത്തില് ഒരു പദ്ധതി നമ്മളെ പ്രസിഡന്റിന്റെ നേതൃത്വത്തില്
എന്താണ് ഒരു ഈ വാഹനം കൊണ്ടുവരാം, സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്ന് പറഞ്ഞിട്ടൊരു KSRTC കൊണ്ടുവരാന്ന് പറഞ്ഞില്ലേ. ആ ഫണ്ട് ഒരു 10 ലക്ഷം രൂപന്റെ എന്തോ ഒരു പദ്ധതിയാണ്. അതെന്തായാലും നമ്മളെ ഉള്ളേരിയയിൽ കൂടി ഒന്നും KSRTC ബസ് ഒന്നും പോകില്ല. അപ്പൊ അങ്ങനത്തെ ആ ഫണ്ടൊക്കെ ശരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിച്ചാൽ മതി. ഒരു ജിംനേഷ്യൊക്കെ വന്നു കഴിഞ്ഞാല് ജിമ്മൊക്കെ ഉണ്ടെങ്കില് എല്ലാവർക്കും നല്ലതാകും. സ്ത്രീകളൊക്കെ ശരിക്കും അവര് യൂട്യൂബ് ഇതൊക്കെ നോക്കിയിട്ട് എക്സസൈസ് ഒക്കെ ഭയങ്കരമായിട്ട് ചെയ്യുന്നുണ്ട്. പലർക്കത് കൃത്യമല്ലാത്തത് കൊണ്ട് വെയ്യാതാവുമ്പോ നിർത്തിയൊക്കെയാണ്. അതുമാതിരി ഡയറ്റ് ശരിക്ക് ആളുകള് ആരോഗ്യത്തിൽ വലിയതല്ലേ പ്രശ്നല്ലേ. ആരോഗ്യം കുറച്ച് ഉപകരണങ്ങളുണ്ടെങ്കിൽ പിന്നെ ചെയ്യാൻ തോന്നുന്നു. ഇതുണ്ടെങ്കിൽ ചെയ്യാൻ തോന്നും കൂടുതല്. പക്ഷെ അവിടെ ആൾക്കാർ അതിനാണ് സ്വന്തമായിട്ട്, അതായത് സ്ത്രീകൾക്ക് സ്വന്തമായിട്ടുള്ള സംവിധാനം വേണം എന്ന് പറയുന്നതിന് കാരണം. അവിടെ ആവുമ്പോ സ്ത്രീകൾക്ക് സ്വന്തമായിട്ടുള്ള ട്രെയിനറും ഉണ്ടാവും. ഇങ്ങനത്തെ നമ്മളെ വീട്ടില് ജിജ്ഞേസം സെറ്റ് ചെയ്ത് തരുന്ന സംവിധാനങ്ങളൊക്കെ ഉണ്ടല്ലോ. പക്ഷെ എന്താന്ന് പറയാ, നമ്മൾ ഒറ്റക്കായി കഴിഞ്ഞാല് പിന്നെ അത് അവിടെ ഇടും. പിന്നീട് പലരും പറഞ്ഞിട്ടുണ്ട് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊടുത്തിട്ട് അവിടെ ഫിറ്റ് ചെയ്യും, 2 ദിവസം ചെയ്യും, പിന്നീട് അത് എന്താണ് ഡ്രസ്സ് തോരയിടണ പരിപാടിയാവും. അതിമ ഫുള്ള് കൊണ്ടുപോയിട്ട് ഡ്രസ്സ് തോരയിടണ ഒരവസ്ഥയിലേക്ക് എത്തും. അല്ലാതെ ഉപയോഗിക്കില്ലാന്ന്. കുട്ടികൾക്ക് രസമായിരിക്കും. പക്ഷെ ഇങ്ങനൊരു സംവിധാനം ഉണ്ടെങ്കിൽ എല്ലാരും കൂടെ പോയി ചെയ്യുമ്പോ അതൊരു രസാണല്ലോ. അപ്പൊ എല്ലാരും അത് ആക്റ്റീവ് ആവും ചെയ്യും. പഞ്ചായത്തുകൾക്ക് തുടങ്ങാവുന്ന ഒരു സംരംഭമാണ്. പഞ്ചായത്തിന് ചെറിയ ഫീസ് അനുവദിച്ച് ജനങ്ങളെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്കും ഒക്കെ തുടങ്ങാം. ജനക്ഷേമം കരുതുന്ന ആളുകൾക്ക്, ആണുങ്ങൾക്ക് പല ഒരുപാട് സെന്ററുകളുണ്ട്.